സുധീരൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. സീറ്റുകൾ തർക്ക വിഭജനത്തെക്കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കും തത്സമയം. കേരളത്തിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ദേശീയ തലത്തിൽ തന്നെ ഏവരും ശ്രദ്ധയോടെയാണ് നോക്കിക്കാണുന്നത്. വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ ഭരണകൂടത്തിൻ്റെ തണലിൽ സംരക്ഷണയിൽ സർവ തലത്തിലും പിടിമുറുക്കാൻ ശ്രമിക്കുമ്പോൾ ഭരണഘടന വിഭാവനം ചെയ്ത അവകാശങ്ങൾ പോലും നിഷേധിച്ചുകൊണ്ട് അവർക്കിഷ്ടമില്ലാത്തവരെ ജീവിക്കാൻ പോലും അനുവദിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ഇന്ത്യൻ ജനതയെ രക്ഷിക്കുന്നതിന്, അവർക്ക് സംരക്ഷണം നൽകുന്നതിന്, രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിന് കഴിവും കെൽപ്പുമുള്ള ദേശീയ തലത്തിൽ വേരുകളുള്ള മഹത്തായ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി സജീവമായി പങ്കാളിയായി മുന്നോട്ട് നയിക്കുന്ന ജനാധിപത്യ മതേതര മുന്നേറ്റം, അതിന് ശക്തി പകരുന്ന ഊർജ്ജസ്വലമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കണം, അതിന് കരുത്ത് പകരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കണം കേരളത്തിൽ ഉണ്ടാകേണ്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിനും BJP-യുടെ വർഗീയ രാഷ്ട്രീയത്തിനുമെതിരെ സംസ്ഥാനത്തിൻ്റെ വികസനത്തെ മുൻനിർത്തി ജനവിധി ഉണ്ടാക്കുക, ആ ഒരു ലക്ഷ്യവുമായിട്ടാണ് കേരളത്തിലെ കോൺഗ്രസും കോൺഗ്രസ് നയിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിനും UDF-നും കൂടുതൽ അനുകൂലമാക്കി മാറ്റുന്നതിന്, കോൺഗ്രസിൻ്റെയും ജനങ്ങളുടെയും നന്മയെ മുൻനിർത്തി ജനകീയ അടിത്തറ വിപുലമാക്കുന്നതിനും ജനപിന്തുണ ഉറപ്പിക്കുന്നതിനും കൂടുതൽ ഉറപ്പിക്കുന്നതിനും പല നിർദ്ദേശങ്ങളും കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ശ്രദ്ധയിൽ പെടുത്തിയിരുന്നു എന്നുള്ളത് ശരിയാണ്. അത് പാർട്ടിക്കും മുന്നണിക്കും നന്മ ചെയ്യുന്നതിനും തെരഞ്ഞെടുപ്പ് ഫലം കൂടുതൽ അനുകൂലമാക്കി മാറ്റുന്നതിനും വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഏതെങ്കിലും വ്യക്തികളോടോ ഉള്ള യാതൊരു വിരോധത്തിൻ്റെയും പ്രശ്നം ഇതിൽ ഉത്ഭവിക്കുന്നില്ല. പ്രശ്നാധിഷ്ഠിതമാണ്. ചില കാര്യങ്ങളെ, പൊതു വിഷയങ്ങളെ മുൻനിർത്തിയുള്ള ചില അഭിപ്രായങ്ങളാണ് ഹൈക്കമാൻഡ് ശ്രദ്ധയിൽ വെച്ചത്. ആ അഭിപ്രായങ്ങൾ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നതും അതുതന്നെയാണ്. എൻ്റെ മനസ്സിലുള്ളതും അതുതന്നെയാണ് ഗുണകരമാകുന്നത് എന്നൊരു വിലയിരുത്തലാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ആ സമീപനം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതിനുള്ള കഴിയാവുന്ന ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു എന്നുള്ളത് ഞാൻ വിസ്മരിക്കുന്നില്ല. ഏതായാലും ഇത് സംബന്ധിച്ച് പല സന്ദർഭങ്ങളിലും ചർച്ചകളുണ്ടായി. ആ ചർച്ചകളിലൊക്കെ ഈ നിഗമനങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ ഹൈക്കമാൻഡ് പരിഗണനയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തലത്തിലുള്ള അഭിപ്രായങ്ങളും സമാഹരിക്കുന്നതിനും ആരായുന്നതിനും ഹൈക്കമാൻഡ് ശ്രമിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. എല്ലാ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങളും കേട്ട് പാർട്ടിയെയും കേരളത്തിലെ മുന്നണിയെയും
ഹൈക്കമാൻഡിന് യുക്തമായ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ തീരുമാനം എന്തു തന്നെയായാലും അത് അംഗീകരിക്കാനുള്ള ബാധ്യത ഓരോ കോൺഗ്രസ് പ്രവർത്തകനുമുണ്ട് എന്നുള്ള കാര്യം എല്ലാവരുടെയും മനസ്സിലുണ്ട്. KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഹൈക്കമാൻഡിന്റെ തീരുമാനം അംഗീകരിച്ച് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തം അർപ്പിതമായിട്ടുള്ള ഒരു ചുമതലക്കാരൻ കൂടിയാണ് ഞാൻ എന്നുള്ളത് എൻ്റെ മനസ്സിൽ എപ്പോഴുമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഹൈക്കമാൻഡ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ. തെരഞ്ഞെടുപ്പിൽ ജയസാധ്യത മെച്ചപ്പെടുത്തുന്ന ആ ലക്ഷ്യം വെച്ചുകൊണ്ട് മികച്ച സ്ഥാനാർത്ഥികളുടെ ഒരു പട്ടിക നിലവിലുള്ള സാഹചര്യത്തിൽ കഴിയാവുന്നത്ര മികച്ച സ്ഥാനാർത്ഥികളുടെ ഒരു പട്ടിക തയ്യാറാക്കാനാണ് ഞങ്ങൾ എല്ലാവരും ശ്രമിച്ചത്. കേരള ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയും മറ്റ് കേരളത്തിലെ പ്രദേശ് തെരഞ്ഞെടുപ്പ് സമിതിയുടെ പിന്തുണയോടുകൂടി പങ്കാളിത്തത്തോടുകൂടി അതുപോലെ ജില്ലകളിൽ നിന്നുള്ള അഭിപ്രായം ആരായാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട പാർട്ടി നേതാക്കളുടെ ശുപാർശകളുമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നല്ലൊരു പട്ടിക തയ്യാറാക്കാനുള്ള ഒരു ആത്മാർത്ഥമായ പരിശ്രമമാണ് നടത്തിയിട്ടുള്ളത്. പുതുമുഖങ്ങളെ കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. മറ്റ് എല്ലാ തലത്തിലുള്ളവരെയും കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അത് പൂർണ്ണമായി ഞങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോയി എന്ന് പറയാനാവില്ലെങ്കിലും ആ കാര്യത്തിൽ ശ്രമം നടത്തി കുറെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക അതിൻ്റെ പ്രോസസ്സുകളൊക്കെ ഇന്നലെയാണ് ഏതാണ്ട് പൂർത്തീകരിച്ചത്. ഇനി എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് നേരത്തെ ചർച്ച ചെയ്തിരുന്ന അഭിപ്രായങ്ങളെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്രയും പെട്ടെന്ന് പ്രസ്തുത പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എത്രയും വേഗം പ്രസിദ്ധീകരിക്കുന്നതാണ് നല്ലത്. ഇത് നീണ്ടുപോകുന്നത് ഒരിക്കലും ഉചിതമല്ല. കാരണം നമുക്കറിയാം, മാധ്യമങ്ങൾ സജീവമായ ഈ കാലത്ത് ഏതൊക്കെ പേരുകളാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഓരോ ചലനങ്ങളും ജനങ്ങൾ നേരിട്ട് പ്രവർത്തകരും മനസ്സിലാക്കുന്നതാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി വേഗത്തിൽ മുന്നോട്ട് പോകണം. ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നാൽ മാത്രമേ അതിന് സാധിക്കൂ. പ്രവർത്തകരും വളരെ ഉത്സാഹത്തോടുകൂടി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അവരും കാത്തിരിക്കുകയാണ്, തീരുമാനങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ കാത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒട്ടും വൈകാതെ സ്ഥാനാർത്ഥി പട്ടിക എത്രയും വേഗത്തിൽ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്ഥാനാർത്ഥി പട്ടിക ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, അതിനിടയിൽ ചില വ്യത്യസ്ത അഭിപ്രായങ്ങളോ മറ്റു രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ വന്നേക്കാം. പക്ഷേ സ്ഥാനാർത്ഥി പട്ടിക ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനെ ചിലപ്പോൾ ചിലർക്കെങ്കിലും വിയോജിപ്പുണ്ടാകാം. ആ വിയോജിപ്പുണ്ടെങ്കിൽ പോലും അതെല്ലാം വിസ്മരിച്ച് ഒറ്റക്കെട്ടായി ഒരുമിച്ച് പോയി തെരഞ്ഞെടുപ്പിൽ UDFനെ വമ്പിച്ച വിജയത്തിലേക്ക് എത്തിക്കുക, അതുവഴി ഭരണ തുടർച്ച ഉറപ്പുവരുത്തുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഭരണ തുടർച്ച ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലക്ഷ്യം നേടിയെടുക്കുക, അത് നേടിയെടുത്ത് ദേശീയ തലത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് ജനാധിപത്യ മതേതര സഖ്യത്തിൻ്റെ മുന്നേറ്റത്തിൽ നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്ന തലത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുക, അതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് വ്യത്യസ്തമായ പല സമീപനങ്ങളെ സംബന്ധിച്ചൊക്കെ ചിലപ്പോൾ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകാം. അത് ഏത് പാർട്ടിയിലും സ്വാഭാവികമാണ്. പക്ഷേ ഒരു തീരുമാനമെടുത്തു കഴിയുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നോട്ട് പോകും. ഏതായാലും നിർണായകമായ ഈ സന്ദർഭത്തിൽ പറയാനുള്ളതൊക്കെ പറയുക, ധരിപ്പിക്കാനുള്ളത് ധരിപ്പിക്കുക, പിന്നെ തീരുമാനമെടുക്കേണ്ടത് അതാണ്. ഒരു കാരണവശാലും പാർട്ടിയെ സംബന്ധിച്ചോ മുന്നണിയെ സംബന്ധിച്ചോ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും യാതൊരു താല്പര്യമില്ല. അങ്ങനെയുള്ളത് ഒരു ഭാഗവും പിന്നെ ആ തരത്തിലുള്ളൊരു സമീപനമല്ല. ഇതെല്ലാം എല്ലാവരും യോജിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. കേരളത്തിലത് യാഥാർത്ഥ്യമാകും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടിയാണ്
ഇന്ന് 3:50 വിമാനത്തിൽ തിരുവനന്തപുരത്തേക്ക്. 5 സീറ്റുകളുടെ കാര്യത്തിൽ എന്താണ് തീരുമാനം? കാരണം അതിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് വ്യക്തമാക്കും എന്നുള്ള ഒരു താല്പര്യം കോൺഗ്രസ് പ്രവർത്തകർക്ക് തന്നെ ഉണ്ടെന്നും. അതായത് ഇതുമായി ബന്ധപ്പെട്ട ഒരു സീരീസ് ഓഫ് ഡിസ്കഷൻസ് എനിക്ക് തോന്നുന്നു തികച്ചും ജനാധിപത്യപരമായി ഒരു പ്രക്രിയ, ഒരു സെലക്ഷൻ ഓഫ് കാൻഡിഡേറ്റ്സ് പ്രോസസ് ഇത്ര ചിട്ടയായി, ഇത്ര ഭംഗിയായി, ഇത്ര ഫലപ്രദമായി നടത്താൻ സാധിക്കുക എന്നത് അഭിമാനകരമായ ഒരു കാര്യമാണ്. നിരന്തരമായ ചർച്ചയിലൂടെ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് സ്ക്രീനിംഗ് കമ്മിറ്റി പലവട്ടം കൂടി, അതിനുശേഷമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി സമ്മേളിക്കുന്നത്. അപ്പൊ എല്ലാ വശങ്ങളും പരിശോധിച്ച് എല്ലാ അഭിപ്രായങ്ങളും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, ഇന്നലെ പറഞ്ഞതുപോലെ ഏതാണ്ട് വക്കത്ത് എത്തി നിൽക്കുന്ന തലത്തിലേക്ക് ഇന്നലെ എത്തി പൂർണ്ണമായി പൂർത്തിയാകും. എല്ലാ അഭിപ്രായങ്ങളും ഉത്തരവാദപ്പെട്ട നേതൃത്വം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് ഉചിതമായ തീരുമാനമെടുക്കും. ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. എല്ലാ അഭിപ്രായങ്ങളും കേട്ടുകഴിഞ്ഞു. ഇനി ഇന്നത്തെ സാഹചര്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാതെ, നമുക്കറിയാം വളരെ ബുദ്ധിമുട്ട് പിടിച്ച ഒരു സാഹചര്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങൾ ഉണ്ടാകും. എങ്കിലും സാമാന്യേന തൃപ്തികരമായൊരു തീരുമാനമെടുക്കാനായിരിക്കും സ്വാഭാവികമായി അവർ ശ്രമിക്കുക. അവരുടെ തീരുമാനം എന്ത് വന്നാൽ അവരാണ് തീരുമാനിക്കേണ്ടത്. ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. എന്ത് തീരുമാനം വന്നാലും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ അതിന് കയ്യോടെ താങ്കൾ ഈ പട്ടികയിൽ ഉണ്ടാവുമോ? ഇന്ന് പ്രസിദ്ധീകരിക്കുന്ന ഈ പട്ടികയിൽ താങ്കളുടെ പേരുണ്ടാവും? ഇല്ല. ഞാനിപ്പോൾ നിങ്ങൾ തുറന്നു പറയുകയാണ്. പലപ്പോഴും നിങ്ങളുടെ പത്രപ്രവർത്തക സുഹൃത്തുക്കളൊക്കെ പലതവണ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ജനരക്ഷാ യാത്ര കഴിഞ്ഞ് ശ്രീ ഗുലാം നബി ആസാദ് തിരുവനന്തപുരത്ത് വന്നത് തൊട്ട് പിറ്റേ ദിവസമാണ്. ശ്രീ ഗുലാം നബി ആസാദും ശ്രീ മുകുൾ വാസ്നിക്കും ജനറൽ സെക്രട്ടറി രണ്ടുപേരും എന്നോട് ആരാഞ്ഞിരുന്നു. മത്സരിക്കുന്നതിനുള്ള കാര്യങ്ങളെ കൂടി ചോദിച്ചിരുന്നതിനോട് ഞാൻ അന്നേ തന്നെ അവരോട് പറഞ്ഞിരുന്നു, തെരഞ്ഞെടുപ്പ് മത്സരത്തിന് എനിക്ക് യാതൊരു താല്പര്യമില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഞാനത് നേരത്തെ തന്നെ അത്ര താല്പര്യം പ്രകടിപ്പിക്കാത്ത ഒരാളാണ്. ഈ തവണ പ്രത്യേകിച്ചും KPCC അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ കോർഡിനേഷൻ, പ്രവർത്തനങ്ങളുടെ കോർഡിനേഷൻ നടത്തി മുന്നോട്ട് പോകണം. എല്ലാ തലങ്ങളിലും പ്രശ്നങ്ങളുമായി ഇടപെടേണ്ടി വരും. അതുകൊണ്ടൊരു സ്ഥാനാർത്ഥിയായി പോയാൽ പിന്നെ നമുക്കതിനുള്ള ഒരു സമയം കിട്ടില്ല. അത് പ്രവർത്തനങ്ങളെ പൊതുവെ ബാധിക്കും. ഇതും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇത് മാത്രമല്ല, പൊതുവെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ഒരു താല്പര്യമുള്ള ആളല്ല. അന്ന് തന്നെ ഗുലാം നബി ആസാദിന്റെയും ശ്രീ മുകുൾ വാസ്നിക്കിന്റെയും എടുത്തിയിരുന്നു. അത് പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പട്ടിക ഞാൻ തന്നെ ഈ പട്ടികയുടെ ഓരോ സ്റ്റേജിലും പ്രാരംഭ തലം മുതൽ ഇടപെടുന്ന ആളാണ് KPCC പ്രസിഡന്റ്. പക്ഷെ ഒരു തലത്തിലും എന്റെ പേര് വരാതെ പോയത് അതുകൊണ്ട് തന്നെയാണ്. നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെയാണ്. അത് ഹൈക്കമാൻഡൊക്കെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അന്തിമ പട്ടികയ്ക്ക് വേണ്ടി താങ്കൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്? വിട്ടുവീഴ്ച എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് നമ്മൾ പറയാനുള്ളതൊക്കെ നേതൃത്വത്തോട് പറയുക. അവരുടെ തീരുമാനം എന്താണോ ആ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അതിനകത്ത് മറ്റു രീതിയിൽ അതിനെക്കുറിച്ച് കാണേണ്ടതില്ല. ഉത്തരവാദപ്പെട്ട പാർട്ടി നേതൃത്വം എടുക്കുന്ന തീരുമാനം ഉത്തരവാദപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന തലത്തിലും താഴെ തലത്തിലുമുള്ള എല്ലാവരും അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്. അതെന്ത് തീരുമാനമായാലും അത് നമുക്ക് എത്രമാത്രം സ്വീകാര്യമാണോ അല്ലയോ എന്നുള്ളതല്ല. ഏത് തീരുമാനമായാലും പാർട്ടി തീരുമാനം അംഗീകരിച്ചുകൊണ്ട് പാർട്ടിയോട് വിധേയത്വമുള്ള, പാർട്ടി നേതൃത്വമുള്ള, പ്രത്യേകിച്ചും എനിക്കൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം, കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം എന്നെ നിയമിച്ചത് അവരാണ്. എന്നെ നിയോഗിച്ചത്, കേരളത്തിലേക്ക് നിയോഗിച്ചത് കോൺഗ്രസ് പാർട്ടി നേതൃത്വമാണ്. അവരെന്നോട് എന്നും വളരെ വളരെ പ്രത്യേകമായ ഒരു സമീപനം, നല്ല രീതിയിലുള്ള സമീപനം ആണ് സ്വീകരിച്ചിട്ടുള്ളത്. പ്രത്യേകമായൊരു പരിഗണനയും എക്കാലത്തും വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഏതായാലും അപ്പൊ എന്നെ വിശ്വസിച്ച് ഈ ദൗത്യം ഏൽപ്പിച്ച കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. അഴിമതിക്കെതിരെയുള്ള പോരാട്ടമാകുമോ ഈ സ്ഥാനാർത്ഥി പട്ടിക? അങ്ങനെയാകുമോ? അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ പ്രതീകമാകുമോ ഈ വരാൻ പോകുന്ന സ്ഥാനാർത്ഥി പട്ടിക? ഈ സ്ഥാനാർത്ഥി പട്ടിക കഴിവതും നല്ല ആളുകൾ, നമുക്കറിയാം ഒരു സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര ലളിതമല്ല. എല്ലാ വശങ്ങളും നോക്കി പരമാവധി നല്ല
പിന്നെ സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പശ്ചാത്തലമുള്ളവരും ജനസേവന പശ്ചാത്തലമുള്ളവരും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധരായവരും ജനങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിച്ചവരും അങ്ങനെയൊക്കെ പരമാവധി നോക്കിയിട്ടുണ്ട്. എല്ലാം തികഞ്ഞ ഒരു പട്ടികയായി നിന്നും ആർക്കും അവകാശപ്പെടാനാവില്ല, ഞാനും അവകാശപ്പെടുന്നില്ല. എങ്കിലും കഴിയാവുന്നിടത്തോളം ഒരു നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു ശ്രമങ്ങളാണ് നടത്തിയത്. മുസ്ലിം ലീഗ് ഇതിൽ ഇടപെട്ടു, അതുപോലെ മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തി മുന്നോട്ട് പോകരുത്. ഘടകകക്ഷികൾ ഇതിലൊരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അങ്ങനെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ആശാസ്യകരമാണ്. ഞാനിപ്പോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. മാധ്യമ റിപ്പോർട്ട് ചെയ്ത് വന്നതായി ചിലരും പറഞ്ഞിരുന്നു. അതിലൊന്നും യാതൊരു അപാകതയില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് UDF-ന്റെ വളരെ പ്രധാനപ്പെട്ട അവിഭാജ്യ ഘടകമാണ്, പ്രധാന കക്ഷിയാണ്. സ്വാഭാവികമായി ഈ മുന്നിൽ നല്ല രീതിയിൽ പോകുന്നതിനുള്ള എല്ലാ നിർദ്ദേശങ്ങളും സമർപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്, അവകാശം അവർക്കുണ്ട്. അതിലൊന്നും അസ്വാഭാവികമായി ഒന്നുമില്ല. ഒരു മിനിറ്റ് ഞാനത് തുറന്നു പറയാം. TN പ്രതാപൻ ഒരു കാരണവശാലും അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹം KPCC പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ എനിക്കാണ് ആദ്യം താല്പര്യമില്ല എന്ന് കാണിച്ച് കത്ത് തന്നത്. ഞാനത് ഇലക്ഷൻ കമ്മിറ്റിയിൽ പരാമർശിച്ചു. അത് വളരെ സ്വാഭാവികമായി അംഗീകരിക്കപ്പെടുന്ന കാര്യമാണ്. പിന്നീട് ശ്രീ പ്രതാപൻ മത്സരിക്കണം എന്ന് ശ്രീ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. അദ്ദേഹം എന്നോടും അത് എന്താണ് മാറി നിൽക്കുന്നത് ശരിയല്ല. ഞാൻ തന്നെ അദ്ദേഹത്തോട് പറയുകയുണ്ടായി, അല്ല, പ്രതാപന് ആ കാര്യത്തിൽ ഒരു താത്വികമായ നിലപാടാണുള്ളത്, അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല. നോ അത് ശരിയല്ല, ഞാൻ അദ്ദേഹം സംസാരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നു. തീർച്ചയായും മത്സരിക്കണം എന്ന് രാഹുൽ ഗാന്ധി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് അദ്ദേഹം ആ തീരുമാനം പുനഃപരിശോധനയ്ക്ക് വിധേയനാക്കാൻ തീരുമാനിച്ചത്. ഇവിടെ നമ്മളൊരു തീരുമാനം എടുത്തിരുന്നു. പക്ഷെ പിന്നീടാണ് നിർഭാഗ്യകരമായ ചില കമന്റ് വന്നു. ഒരു കാരണവശാലും അദ്ദേഹം തന്നെ ഇന്നലെ വ്യക്തമാക്കി അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമില്ല. പക്ഷെ അദ്ദേഹം കത്തയച്ചു എന്നത് പറയുന്നത് വളരെ തെറ്റാണ്. അത് AICC തന്നെ, കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ, ജനറൽ സെക്രട്ടറി തന്നെ ആ ഒരു പരാമർശം തെറ്റാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പ്രതാപനെ പോലുള്ളവർ മത്സരിക്കണം എന്ന് വലിയ താല്പര്യം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നു. ഇന്നലെയും അദ്ദേഹം അത് പ്രകടിപ്പിച്ചു. ഇന്നും ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു. ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോഴും പ്രതാപൻ മത്സരിക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായമാണ് അദ്ദേഹം എന്നോട് പങ്കുവച്ചത്. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് താല്പര്യം നേരത്തെയില്ല. വൈസ് പ്രസിഡന്റ് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം ഒരു പുനഃപരിശോധനയ്ക്ക് തയ്യാറായത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു താല്പര്യമില്ല എന്ന് എല്ലാവരെയും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും അനാവശ്യമായൊരു വിവാദമല്ല. അതൊക്കെ ഒരു എല്ലാം പോസിറ്റീവായി കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നേതാക്കൾ, തുടർച്ചയായി മത്സരിക്കുന്ന നേതാക്കൾ മാറി നിൽക്കണമെന്ന ആവശ്യം BM-ന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതുകൂടി പ്രതിഫലിക്കുന്നതാകുമോ ഇപ്പോൾ വരാൻ പോകുന്ന സ്ഥാനാർത്ഥി? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നല്ല പാർട്ടിയുടെയും സർക്കാർ UDF-ന്റെയും നന്മയെ മുൻനിർത്തി ഒരുപാട് നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, നിരവധി നേതാക്കൾ പല നിർദ്ദേശങ്ങളും വെച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള കമ്മിറ്റികളുടെയും അഭിപ്രായങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ AICC-യുടെ മുന്നിലുണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ എന്ത് തീരുമാനമാണോ അനുയോജ്യമായിട്ടുള്ളത് ആ തീരുമാനമെടുക്കേണ്ടത് AICC തന്നെയാണ്. അവരുടെ തീരുമാനമാണ് പ്രധാനമായിട്ടുള്ളത്. ആ തീരുമാനം എല്ലാവരും സന്തോഷത്തോടുകൂടി തന്നെ ഉൾക്കൊള്ളും. ഇതിൽ ആർക്കെങ്കിലും ഒരു പിടിവാശി ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു? ഒപ്പം ഡീൻ കുര്യാക്കോസ് എന്നൊരു പ്രസ്താവന നടത്തി, അതിലെന്തെങ്കിലും ഒരു ആക്ഷൻ? ഇതില് പിടിവാശിയുടെ പ്രശ്നം വരുന്നില്ല. ആരും ഒരു പിടിവാശി നടത്തിയേ തോന്നില്ല. എല്ലാവർക്കും അവരുടേതായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അഭിപ്രായമുള്ളിടത്ത് കൃത്യമായും അഭിപ്രായം വരും. അതിലൊന്നും ഒരു അപാകതയില്ല. അതൊക്കെ തികച്ചും സ്വാഭാവികമായ ഒരു കാര്യമാണ്. പക്ഷെ അന്തിമ തീരുമാനം പാർട്ടി എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും അതിപ്പോൾ നമുക്ക് യോജിക്കാവുന്നതോ അല്ലെങ്കിൽ യോജിപ്പില്ലാത്തതുമായ തീരുമാനം ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാം. പക്ഷെ എനിക്ക് അതിലുള്ള ഏറ്റവും വലിയൊരു സംതൃപ്തി ഒരു ഡെമോക്രാറ്റിക് പ്രോസസ് ഈ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള വിശദമായ ചർച്ച നടന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ. ആ തീരുമാനം ഉൾക്കൊള്ളും. 7 മണിക്ക്
കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക ഇന്ന് തന്നെ പ്രഖ്യാപിക്കും. നിലവിൽ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളുള്ള പട്ടികയായിരിക്കും ഹൈക്കമാൻഡ് ഇന്ന് പ്രഖ്യാപിക്കുകയെന്നും വി എം സുധീരൻ ഡൽഹിയിൽ പറഞ്ഞിരിക്കുന്നു. നിലപാടുകളെല്ലാം കേരളത്തിലെ നേതാക്കളുടെ നിലപാടുകളെല്ലാം ഹൈക്കമാൻഡിനെ വ്യക്തമാക്കുകയും അതിനെ തുടർന്നാണ് ഹൈക്കമാൻഡ് ഇത്തരത്തിലൊരു ധാരണയിലെത്തുകയും UDFന്റെ ഭരണ തുടർച്ച മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത്. ആരെയും വ്യക്തിഹത്യ നടത്താൻ ശ്രമിച്ചിട്ടില്ലെന്നും വി എം സുധീരൻ പറഞ്ഞിരിക്കുകയാണ്. നിലപാടുകളെല്ലാം പ്രശ്നാധിഷ്ഠിതമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. നിരന്തരം ചർച്ചകൾ നടത്തി തികച്ചും ജനാധിപത്യപരമായ രീതിയിലാണ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയതെന്നാണ് സുധീരൻ പറഞ്ഞിരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്